കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലേസറിനെ കുറിച്ചും അതിൻ്റെ പ്രിൻസിപ്പിൾസ് പിന്നെ 3 ലെവൽ ലേസർ 4 ലെവൽ ലേസർ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഓഫ് ലേസേഴ്സാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് റൂബി ലേസറും ഹീലിയം നിയോൺ ലേസറുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റൂബി ലേസർ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ റൂബി ലേസറിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പെർട്ടിക്കുലർ വേവ് ലെങ്ത് മാത്രമുള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലേസർ എന്ന് പറയുന്നത്. അപ്പോൾ റൂബി ലേസറിൽ ആ പെർട്ടിക്കുലർ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 694.3 നാനോമീറ്റർ ആണ്. ആ ഒരു വേവ് ലെങ്ത് ഉള്ള ലൈറ്റാണ് റൂബി ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു എനർജി കൊടുക്കണം. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആറ്റംസ് എക്സൈറ്റഡ് ലെവലിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു എനർജി കൊടുക്കണം. അതിനാണ് നമ്മൾ പമ്പിംഗ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പമ്പിംഗ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ലൈറ്റാണ് ഇവിടെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊരു 3 ലെവൽ ലേസറാണ്. ഓക്കെ, 3 ലെവൽ ലേസർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി ഇവിടുത്തെ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് Al2O3 ഡോപ്ഡ് വിത്ത് Cr3+ ആണ്. അതായത് ഈ Al2O3 നമുക്ക് ഫെമിലിയർ ആണ്. അതിൻ്റെ ഒരു സോളിഡ് ഫോമിനെയാണ് നമ്മൾ റൂബി ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡോപ്ഡ് വിത്ത് Cr3+ അയോൺ. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇവിടെ Al2നെയാണ് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത്. ഡോപ്പ് ചെയ്യാന്ന് വെച്ചാൽ വളരെ സ്മോൾ എമൗണ്ടിലാണ് നമ്മളിവിടെ ഡോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ Al2O3 അതായത് റൂബി ക്രിസ്റ്റലിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒബേ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ട്രാൻസ്പെറൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ലൈറ്റിനെ കടത്തിവിടുന്ന സബ്സ്റ്റൻസിനെ പറയുന്നതാണ് ട്രാൻസ്പെറൻറ്റ്. പിന്നെ അത് ഹീറ്റ് ട്രാൻസ്ഫർ ഉള്ളതായിരിക്കണം. ഹീറ്റിനെയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഇവിടെ യൂസ് ചെയ്യുന്ന Al2O3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡോപ്പിംഗ് പെർസെൻറ്റേജ് ഓഫ് Cr3+ എന്ന് പറയുന്നത് 0.05% ആയിരിക്കും ഈ ഒരു ഹോസ്റ്റ് മെറ്റീരിയലിൽ. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷനും ഈ Cr3+ൻ്റെ വേവ് ഫംഗ്ഷനും തമ്മിൽ ഓവർലാപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിലാണ് രണ്ടിൻ്റെയും വേവ് ഫംഗ്ഷൻ, രണ്ട് ആറ്റത്തിൻ്റെയും വേവ് ഫംഗ്ഷൻസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിലും, അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ ലേസർ ലൈറ്റാണ്. അപ്പോൾ അതും ഒരു പ്യൂരിറ്റി അവിടെ നഷ്ടപ്പെടും. ഓവർലാപ്പിംഗ് നടക്കുമ്പം അവിടെ ഒരു ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ് ചെയ്യല്ലേ ചെയ്യണേ. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും Cr3+ പ്ലേസ് ചെയ്യും. വളരെ കുറച്ച് എമൗണ്ടിലാണ് നമ്മളിവിടെ ഡോപ്പ് ചെയ്യുന്നത് ടു മിനിമൈസ് ദ ഓവർലാപ്പിംഗ്, വേവ് ഫംഗ്ഷൻ ഓവർലാപ്പിംഗ്. ഓക്കെ, ഇനി റൂബി ലേസറിൻ്റെ റെസൊണേറ്ററിൻ്റെ കാര്യമാണെങ്കിൽ നമുക്കറിയാം. റെസൊണേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ആ ലേസറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചപ്പം നമ്മൾ റെസൊണേറ്ററായിട്ട് യൂസ് ചെയ്തത് 2 എക്സ്റ്റേണൽ മിററാണ് അല്ലേ. റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള, പാർഷ്യലി ആൻഡ് ഫുള്ളി റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള 2 മിറേഴ്സാണ് നമ്മൾ റെസൊണേറ്ററായിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, ടു ഗീവ് ഫീഡ്ബാക്ക്, അതിനല്ലേ നമ്മളവിടെ മിറർ യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂബി ക്രിസ്റ്റൽ എന്ന് പറയുമ്പം ക്രിസ്റ്റൽ അതിൻ്റെ സർഫസ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് പ്ലെയിൻ ആയിരിക്കും. ഒരു ക്രിസ്റ്റലിൻ്റെ സർഫസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി പ്ലെയിൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഒരു കോട്ടിംഗ് കൊടുത്താൽ മതിയായിരിക്കും. ഇവിടെ റെസൊണേറ്റർ ആക്ഷന് വേണ്ടിയിട്ട് ആ ഒരു പെർഫെക്റ്റ്ലി പ്ലെയിൻ ആയിട്ടുള്ള ആ സർഫസിൽ നമ്മൾ കോട്ടിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ മിറർ അല്ലെങ്കിൽ എക്സ്റ്റേണലി ഒരു റെസൊണേറ്റർ യൂസ് ചെയ്യുന്നില്ല. ഓൾറെഡി ഉള്ള ആ റൂബി ക്രിസ്റ്റലിൻ്റെ പ്ലെയിനിൽ നമ്മൾ കോട്ടിംഗ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ ഇൻട്രിൻസിക് റെസൊണേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ എക്സ്റ്റേണലി ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഇൻട്രിൻസിക് റെസൊണേറ്റർ എന്ന് പറയും. ഇനി ഇതിൽ നിന്ന് വരുന്ന ലേസർ എന്ന് പറയുന്നത് പൾസ്ഡ് ലേസർ ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ 3 ലെവൽ ലേസറിൽ നമ്മൾ ഓൾറെഡി എഫിഷ്യൻസി കുറവാണ്, പൾസ്ഡ് ലേസർ ആയിരിക്കും. അതിനെന്താ റീസൺ എന്നൊക്കെ നമ്മൾ 3 ലെവൽ ലേസറിൻ്റെ കാര്യം പഠിച്ചപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്, അതായത് 694.3 നാനോമീറ്റർ ഉള്ള ഔട്ട്പുട്ടായിട്ട് വരുമ്പം അതെന്ന് പറയുന്നത് പൾസ്ഡ് ഫോം ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ, ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാവും, പിന്നെ ഒരു ഇൻ്റർവെല്ലിൽ ഉണ്ടാവില്ല, ഒരു പൾസ്ഡ് ഫോം ആയിരിക്കും.
ആൻഡ് ഇറ്റ്സ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അതായത് റൂബി ലേസറാണ് ഫസ്റ്റ് പ്രാക്ടിക്കൽ ലേസർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് പ്രാക്ടിക്കലി കൺസ്ട്രക്ട് ചെയ്തൊരു ലേസറാണ് റൂബി ലേസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് അതൊരു 3 ലെവൽ ലേസർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫിഷ്യൻസി കുറവാണ് അല്ലേ. നമ്മൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഒക്കെ നോക്കിയിട്ട് നമ്മളിനി എഫിഷ്യൻസി കൂടുതലുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. നമ്മളിനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി ഓരോ അടുത്ത സ്റ്റേജിൽ കൂട്ടി വരാൻ വേണ്ടി. അപ്പോൾ ഇനീഷ്യൽ ലെവൽ ആയതുകൊണ്ട് തന്നെ ഇത് എഫിഷ്യൻസി വളരെ കുറവുള്ളൊരു ലേസറാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ പൾസ്ഡ് ലേസറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അതിൻ്റെ എനർജി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 100 ജൂളും അതിൻ്റെ ടൈം ഡ്യൂറേഷൻ, അതായത് ഒരു പൾസ് കഴിഞ്ഞിട്ട് അടുത്ത പൾസ് തമ്മിലുള്ള ആ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 100 മൈക്രോ സെക്കൻഡുമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എനർജി ബൈ ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പവർ കിട്ടും അല്ലേ. അപ്പോൾ ഇത് 100/100 എന്ന് പറയുമ്പോൾ 1 മെഗാവാട്ട് കിട്ടും പവർ. ഓക്കെ, അപ്പോൾ 1 മെഗാവാട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹൈ പവറാണ്. അതായത് ഓരോ പൾസിനും ഭയങ്കര പവറായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ടൈം കുറയ്ക്കുകയാണെങ്കിൽ, ഇതൊരു 1 മൈക്രോ സെക്കൻഡ് ആക്കുകയാണെങ്കിൽ 100/1 മൈക്രോ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 100 മെഗാവാട്ട് കിട്ടും അല്ലേ. അതായത് ആ പൾസിൻ്റെ എനർജി അല്ലെങ്കിൽ ആ പവർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നമുക്ക് റൂബി ലേസറിൻ്റെ വർക്കിങ്ങിലേക്ക് വരാം, അല്ലെങ്കിൽ എനർജി ലെവൽ ഡയഗ്രാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതാണ് ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ബാൻഡ് ഉണ്ട്. ഈ ഫസ്റ്റ് ബാൻഡ് ഞാനിവിടെ പറയുന്നത് ലെവലല്ല, എനർജി ലെവലല്ല, എനർജി ബാൻഡാണ്. അതായത് ഒരു ബാൻഡിൽ ഒരുപാട് എനർജി ലെവൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ബാൻഡിൻ്റെ മിഡിൽ ലെവൽ എന്ന് പറയുന്നത് 450 നാനോമീറ്റർ ആണ്. ഇതിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് വേരിയിങ് ഫ്രം 425 to 475 നാനോമീറ്റർ അങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു മിഡിൽ പോയിൻ്റ് ആണ് 450 നാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 450 നാനോമീറ്റർ നമുക്കറിയാം ബ്ലൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വേവ് ലെങ്ത് ആണ് അല്ലേ. എഗെയിൻ ഇവിടെ വേറൊരു എനർജി ബാൻഡ് കൺസിഡർ ചെയ്യുക. അവിടെ ഇതുപോലെ ഹിയർ ദിസ് 550 നാനോമീറ്റർ ആണ് ഇതിൻ്റെ മിഡിൽ ലെവലെങ്കിൽ ഇതും 525 to 575 നാനോമീറ്റർ വരെ വേരി ചെയ്യുന്ന ഒരു ബാൻഡാണ് അല്ലേ. അത്രയും ലെവൽ ഓഫ് എനർജി ഈ ബാൻഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മിഡിൽ പോയിൻ്റ് ആണ്, മിഡിൽ എനർജി ലെവലാണ് 550 നാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ദ ഗ്രീൻ വേവ് ലെങ്ത് അല്ലേ. 550 എന്ന് പറയുമ്പോൾ ഗ്രീൻ വേവ് ലെങ്ത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എനർജി ലെവലിന് പകരം എനർജി ബാൻഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ലൈറ്റ്, അപ്പോൾ അതിന് ഈ ഒരു പെർട്ടിക്കുലർ 450 നാനോമീറ്റർ ഉണ്ടെങ്കിൽ നമ്മളൊരു ലെവലാവുമ്പോൾ അവിടെ പറഞ്ഞു E2 - E1 എത്രയാണോ ആ ഒരു പെർട്ടിക്കുലർ എനർജി കിട്ടുമ്പോൾ മാത്രമാണ് ഇവിടുന്ന് എക്സൈറ്റഡ് ആവുക എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇതിൽ ചെറിയൊരു വേരിയേഷൻ വന്നാലും ഇതിന് എക്സൈറ്റഡ് ആവാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈറ്റ് വരുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നിന്ന് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എക്സൈറ്റഡ് ലെവലിലേക്ക് ഒരു ജമ്പ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയാണെങ്കിലും ഇവിടെ നിന്ന് എക്സൈറ്റഡ് ലെവലിലേക്ക് ഇവിടുത്തെ എനർജി വെച്ചിട്ട് ഒരു ആറ്റത്തിനൊരു ജമ്പിങ് നടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് Al2O3 ഡോപ്ഡ് വിത്ത് Cr3+ ആണ്. ഓക്കെ, അപ്പോൾ അതിന് ഇത്രയും എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എക്സൈറ്റഡ് ലെവലിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ബാൻഡിലും ലൈഫ് ടൈം വളരെ കുറവായതുകൊണ്ട് എന്തുണ്ടാവും, അതിനവിടെ കുറേ നേരം സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊരു നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ വഴി ഈ ഒരു ലെവലിലേക്ക് വരും. ഓക്കെ, നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ റേഡിയേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ലൈറ്റൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലേ. അങ്ങനെയുള്ളൊരു ട്രാൻസിഷൻ വഴി ഫാസ്റ്റായിട്ട് ഇത് ഈ ഒരു സ്റ്റേറ്റിലേക്ക് വരും. ഇതാണ് നമ്മുടെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ലൈഫ് ടൈം കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വരുന്ന ഈ ആറ്റംസ് എല്ലാം ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ ടൈം വരെ അതവിടെ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് നടക്കും. നമുക്കിവിടെ എനർജി കിട്ടും.
അപ്പോൾ ഈ രണ്ട് പ്രോസസ്സ് ഫാസ്റ്റായിട്ട് നടക്കും. എന്നിട്ട് എല്ലാം ഇവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. നമുക്കൊരു എക്സ്റ്റേണൽ എനർജി കിട്ടുന്നു, ഇവിടെ നിന്ന് പെർട്ടിക്കുലർ എനർജി കിട്ടുമ്പോൾ രണ്ട് ബാൻഡിലേക്കും ട്രാൻസിഷൻ നടക്കുന്നു. അവിടെ നിന്ന് അത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഒരു ലൈഫ് ടൈം ഉള്ളതുകൊണ്ട് അവിടെ അക്യുമുലേറ്റ് ചെയ്യണു. എന്നിട്ട് ആഫ്റ്റർ എ ടൈം സ്പോണ്ടേനിയസ് എമിഷൻ വഴി അത് താഴോട്ട് വരും. ഓക്കെ, അപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ആറ്റത്തിന് താഴോട്ട് വരാൻ വേണ്ടി ട്രിഗർ ചെയ്യും. അങ്ങനെ അടുത്ത ആറ്റം വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ അടുത്ത ആറ്റത്തിനെ താഴോട്ട് വരാൻ വേണ്ടി ട്രിഗർ ചെയ്യും. അപ്പോൾ 4 ആറ്റംസ് വരും. അങ്ങനെ ഒരുപാട് ആറ്റംസ് ഈ ലെവലിൽ നിന്ന് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ടു ഗ്രൗണ്ട് ലെവൽ താഴോട്ട് വരുമ്പോൾ ബൈ എമിറ്റിംഗ് എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് 694.3 നാനോമീറ്റർ. ഇവിടെ എമിറ്റ് ചെയ്യുന്നത് Cr3+ അയോൺ ആണ്, ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ. ഒരു റേഡിയേഷനായിട്ട് അത് ഇത്രയും വേവ് ലെങ്ത് ഉള്ള ഒരു റേഡിയേഷനായിട്ട് അതവിടെ എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ലേസർ ഔട്ട്പുട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ താഴെ വരുന്ന ഓരോ ആറ്റവും അടുത്ത ആറ്റത്തിനെ താഴോട്ട് വരാൻ വേണ്ടിയിട്ട് ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അടുത്തതിനെ ട്രിഗർ ചെയ്യുമ്പം 2 എണ്ണം താഴോട്ട് വരും. പിന്നെ അത് രണ്ടും കൂടെ വീണ്ടും ട്രിഗർ ചെയ്യുമ്പോൾ 4 എണ്ണം താഴോട്ട് വരും. അങ്ങനെയാണ് ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പൾസ്ഡ് ഫോം ആയിരിക്കും. ഈ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ലേസർ ലൈറ്റ് ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് Cr3+ അയോൺ ഗ്രൗണ്ട് ലെവൽ സ്റ്റേറ്റിലേക്ക് വരുന്നു ബൈ എമിറ്റിംഗ് എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് ദിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂബി ലേസറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റൂബി ലേസറിൻ്റെ കൺസ്ട്രക്ഷൻ പറയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂബി ക്രിസ്റ്റൽ റോഡ്, അതായത് ആക്റ്റീവ് മീഡിയം Al2O3 ഡോപ്ഡ് വിത്ത് Cr3+ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്റ്റീവ് മീഡിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഒരു പമ്പിങ്ങിന് ഒരു എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പമ്പിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് സീനോൺ ഫ്ലാഷ് ലാമ്പാണ്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് ഈ ഹെലിക്കൽ ഫോമിൽ ഇവിടെ കാണുന്നതാണ്. വിച്ച് ഈസ് ദ സീനോൺ ഫ്ലാഷ് ലാമ്പ് വിച്ച് പ്രൊവൈഡ് പമ്പിങ്. അതായത് എനർജി വേണമല്ലോ നമ്മുടെ ഈ ആക്റ്റീവ് മീഡിയത്തിലെ ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇവിടെ 2 ഇലക്ട്രോഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ സീനോൺ ഫ്ലാഷ് ലാമ്പ്. ഇവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ വോൾട്ടേജ് കിട്ടുമ്പോഴാണ് അവിടെ ഒരു കപ്പാസിറ്റർ ആക്ഷൻ വെച്ചിട്ട് ഇവിടെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് നടക്കും. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് ഇവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സീനോൺ ഫ്ലാഷ് ലാമ്പിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ആക്റ്റീവ് മീഡിയത്തിന് എനർജി കിട്ടുന്നത് ടു എക്സൈറ്റ് ഫ്രം ഗ്രൗണ്ട് ലെവൽ ടു എക്സൈറ്റഡ് ലെവൽ. ഓക്കെ, അപ്പോൾ ഈ റോഡാണ് റൂബി ക്രിസ്റ്റൽ ആക്റ്റീവ് മീഡിയം ആൻഡ് ദിസ് ഹെലിക്കൽ ഫോമിലാണ് പമ്പിങ്ങിന് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സീനോൺ ഫ്ലാഷ് ലാമ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ 2 സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ റെസൊണേറ്ററാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു റൂബി ക്രിസ്റ്റൽ തന്നെ ഒരു പ്ലെയിനായിട്ട് നല്ല പെർഫെക്റ്റ് പ്ലെയിൻ ആയിരിക്കും ഒരു ക്രിസ്റ്റൽ. അപ്പോൾ ഈ 2 സൈഡും നല്ല പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരു കോട്ടിങ് കൊടുത്താൽ മതി. ഇങ്ങനെ റെസൊണേറ്റർ ആക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കോട്ടിങ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാം ലേസറിൽ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 100% റിഫ്ലക്റ്റിംഗ് ആണ്. അതിന് വേണ്ടി നമ്മൾ ഇവിടെ കോട്ട് ചെയ്യുന്നത് ഗോൾഡാണ്. ഇതെന്ന് പറയുന്നത് ഈ സൈഡ് എന്ന് പറയുന്നത് 90% റിഫ്ലക്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഒരു ഡൈഇലക്ട്രിക് കോട്ടിംഗ് ആണ്. അപ്പോൾ റിഫ്ലക്റ്റിംഗ് ആയിട്ട് നമ്മൾ മെറ്റൽ മാത്രമല്ല ഡൈഇലക്ട്രിക് കോട്ടിങ്ങും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ പാർഷ്യൽ റിഫ്ലക്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഡൈഇലക്ട്രിക് കോട്ടിങ്ങും ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു ഇലക്ട്രോഡ് ഇവിടെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേസറിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ ഒരു സൈഡിൽ നിന്നാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ 2 സൈഡ് അവോയ്ഡ് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു ഇലക്ട്രോഡ് കൊടുത്തത്. അപ്പോൾ അവിടെ ഇങ്ങനെ കപ്പാസിറ്റർ ആക്ഷൻ ചാർജിങ് ഡിസ്ചാർജ് നടക്കുമ്പോൾ ഇവിടെ ഫ്ലാഷ് ലാമ്പ് സീനോൺ ഫ്ലാഷ് ലാമ്പ് ഓൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സീനോൺ ഫ്ലാഷ് ലാമ്പാണ് പണ്ട് നമ്മൾ ക്യാമറയുടെ ഫ്ലാഷിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ LED ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഇതായിട്ട് കണക്ട് ചെയ്യുന്നൊരു കാര്യമല്ല അത്.
അപ്പോൾ നമുക്കറിയാലോ എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുമ്പം ഇവിടെ ക്സീനോൺ ഫ്ലാഷ് ലാമ്പ് ഡിസ്ചാർജ് വഴി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു എക്സ്റ്റേണൽ ഫോട്ടോൺ അവിടെ വന്നു. അപ്പോൾ ഇവിടെ ഈ റോഡിലുള്ള അവിടെയാണ് Al2O3 Cr3+ ഉള്ളത്. അപ്പോൾ അത് ഒരു എക്സ്റ്റേണൽ എനർജി ഫോട്ടോൺ കിട്ടുമ്പോൾ അത് എക്സൈറ്റഡ് ലെവലിലേക്ക് പോകും. അതായത് Al2O3 Cr3+ അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. എന്നിട്ട് അത് തിരിച്ചു വരുമ്പോൾ ബൈ എമിറ്റിംഗ് എ റേഡിയേഷൻ അല്ലേ. അപ്പോൾ ആ റേഡിയേഷനാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ലേസർ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എത്രയായിരുന്നു? 694.3 നാനോമീറ്റർ ആയിരുന്നു. ഓക്കെ, ഇനി ഇതിനോട് കണക്ട് ചെയ്തൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ടോട്ടൽ സെറ്റപ്പിനെ ഒരു സിലിണ്ട്രിക്കൽ കേസിൻ്റെ ഉള്ളിലാക്കും. അതായത് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത്, ഈ ഒരു ടോട്ടൽ സെറ്റപ്പിനെ നമ്മളൊരു സിലിണ്ട്രിക്കൽ കേസിൻ്റെ അകത്ത് വയ്ക്കും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ നിന്ന് വരുന്ന ആ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ചത് ആ ഒരു എനർജി, ലൈറ്റ് എന്ന് പറയുമ്പോൾ എനർജിയാണ്, അത് പുറത്ത് പോവാതെ ആ സിലിണ്ട്രിക്കൽ കേസിൽ തട്ടിയിട്ട് വീണ്ടും ഈ റൂബി ക്രിസ്റ്റലിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും റൂബി ക്രിസ്റ്റലിൽ വരുമ്പം വീണ്ടും അത് ആ എനർജീനെ അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സ് വീണ്ടും നടക്കും. അപ്പോൾ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലൈറ്റ് എനർജി പുറത്ത് പോവാതെ ആ ഒരു എനർജീനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് റൂബി ലേസറിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് ആൻഡ് അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്.